ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് താലൂക്ക് ഓഫീസിൽ പട്ടയ പ്രശ്നത്തിൽ കുടുംബത്തിന്റെ കുത്തിയിരിപ്പ് സമരം. ചെർക്കള കെക്കേപൂരം സ്വദേശി ശാന്തയും മകളുമാണ് 30 വർഷമായിട്ടും കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കിട്ടിയില്ല എന്നാരോപിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കുടുംബം നേരിടുന്നത് വലിയ അനീതിയാണെന്ന് CPI പ്രാദേശിക നേതാവ് രാജൻ ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. വിരുദ്ധമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ബഹുജന പ്രസ്ഥാനം സംഘടിപ്പിക്കും. ഞങ്ങൾ സർക്കാർ ജീവനക്കാർ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയത്തിന് വേണ്ടി ചോദിച്ചാൽ ഇതാണ് സ്ഥിതി. ഇത് സർക്കാർ നയമല്ല, സർക്കാരിന് വിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥ മേധാവിത്വമാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, കാലങ്ങളായോ ഈ കുടുംബം ഈ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്? ഇവരുടെ ജീവിതം ഇപ്പോൾ ചുവപ്പ് നാടയിലാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ശബലി, ഏറെ സങ്കടകരമായ സംഭവമാണ്. കാരണം 29 വർഷം മുമ്പ് ഭൂമി ഭൂരഹിതരായവർക്ക് സർക്കാർ പ്രത്യേകിച്ച് 26 സെന്റ് സ്ഥലം അനുവദിച്ചതായിരുന്നു. അവരുടെ പേരിൽ അനുവദിച്ചതായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളാൽ പട്ടയം ലഭിച്ചില്ല. നിരവധി തവണ ഈ കുടുംബത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഗോപിയുടെ കുടുംബമാണ്. ഈ ശാന്തയുടെ ഭർത്താവ് ഗോപി ഇത്തരത്തിൽ നിരന്തരമായി സമരം നടത്തി അതിന്റെ മാനസിക പ്രശ്നങ്ങളും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം ജീവൻ ഒടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നും നിരന്തരം സമരം നടത്തിയിട്ടും ഇവർക്ക് ഭൂമി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. നാളെ ഇവിടെ പട്ടയമേളയാണ്. ഈ പട്ടയമേളയിലും ഈ 29-30 വർഷം കഴിഞ്ഞിട്ടും ഇവരുടെ പേര് ഉൾപ്പെട്ടില്ല എന്ന പ്രതിഷേധം കൂടിയാണ് ഇന്ന് പൊതുപ്രവർത്തകരും ഈ കുടുംബവും ഇന്ന് താലൂക്ക് ഓഫീസിലെത്തി നേരിട്ട് പ്രകടിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും താലൂക്ക് ഓഫീസ് അധികൃതർ പറഞ്ഞത് സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. അത് എന്തായാലും നാളെ സാങ്കേതികമായ ഈ പ്രശ്നങ്ങൾ കാരണം ഈ കുടുംബത്തിന് ഇനിയും ഭൂമി ലഭിക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. സാങ്കേതിക തടസ്സം ഉന്നയിച്ചുകൊണ്ട് നിസ്സാരമായ ഫയലുകൾ നീക്കാത്തതിന്റെ ഭാഗമായി മാത്രമാണ് 30 വർഷമായിട്ടും ഈ കുടുംബത്തിന് സർക്കാർ അനുവദിച്ച ഭൂമി പോലും ലഭിക്കാത്തത്. അവർ ആത്മഹത്യയുടെ വക്കീലാണ്, അല്ലെങ്കിൽ ജീവനെടുക്കാനുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒന്നും ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കാത്ത സാഹചര്യമാണ് എന്നാണ് ശാന്തയുടെ മകളും ശാന്തയും ഉൾപ്പെടെ പറയുന്നത്. വലിയ സങ്കടകരമായ കാര്യം, സാങ്കേതികമായ തടസ്സം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നാണ് CPIയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നത്തെ തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. ശ്യാമിലി, ശരി, രതീഷ് വിവരങ്ങൾ നൽകി.